സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ കാര്യം അത് ഭൂരഹിതരായ ആളുകളോട്, ഭവനമില്ലാത്ത ആളുകളോട്, അതുപോലെ ഈ നാട്ടിലെ ഏറ്റവും നിസ്വരായ ആളുകളോട് ഈ സർക്കാർ പുലർത്തിയ കരുതലും ജാഗ്രതയാണെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ അടിസ്ഥാന ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നും ഭൂമി തന്നെയായിരുന്നു. ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇടതുപക്ഷം ഏറ്റവും അധികം പരിഹരിക്കാൻ ആഗ്രഹിച്ചതും ഈ ഭൂമി വിഷയങ്ങളാണ്. അധികാരത്തിലെത്തുന്നത് തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട സമരങ്ങളിലൂടെയാണ്. ഭൂപരിഷ്കരണമായി ഇന്ത്യക്ക് തന്നെ മാതൃകയായിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ഭൂപരിഷ്കരണത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇന്നത്തെ തലമുറ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം വായിക്കേണ്ടി വരും. അതിലെ പല പദാവലികളും പോലെ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകുക പോലുമില്ല. അത് കാലഹരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അതായത് ഭൂബന്ധങ്ങളിൽ ഉണ്ടായ വലിയ മാറ്റമാണ് പാട്ടവുമായി ബന്ധപ്പെട്ട്, കുടിയായ്മയുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മുടെ ഭാഷയിൽ നിലനിന്ന പദങ്ങളെപ്പോലും കേരളത്തിൽ അപ്രസക്തമാക്കിയിരിക്കുന്നത്. അത് ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു വിജയമാണ്. കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രം പരിശോധിച്ചാൽ അയ്യങ്കാളി നിയമസഭയിൽ അംഗമായി ആദ്യമായി നടത്തുന്ന പ്രസംഗം എന്ന് പറയുന്നത് ഭൂമിയില്ലാത്ത പുലയരായിട്ടുള്ള ആളുകൾക്ക്, പുലയ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂമി ലഭ്യമാക്കണമെന്ന് തിരുവിതാംകൂർ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അയ്യങ്കാളി തൻ്റെ നിയമസഭാ ജീവിതം ആരംഭിക്കുന്നത്. അയ്യങ്കാളിക്ക് 500 ഏക്കർ ഭൂമി വിളപ്പിൽ പകുതിയിൽ പതിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയും അതൊരിക്കലും നിയമസഭാ ജീവിതത്തിൻ്റെ അവസാനം വരെ അത് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഈ ആരാണ് നിൽക്കുന്നത്, ഭൂമിയില്ലാതെ ഈ മണ്ണിൽ നിൽക്കേണ്ടി വരുന്നത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ ആദിവാസികൾക്കാണ്, ദളിതർക്കാണ്, ഇവിടുത്തെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമാണ് എന്ന് പറയുന്ന സ്ഥിതിക്ക് ആത്യന്തികമായി മാറ്റം കൊണ്ടുവരിക, അങ്ങനെ മണ്ണിൻ്റെ ഉടമകളായി ഈ മണ്ണിൽ ജനിച്ചു വീണ എല്ലാവരെയും മാറ്റുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുകൾ പൊതുവെ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഭൂപരിഷ്കരണം വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം 5 പതിറ്റാണ്ടിനിപ്പുറം നമ്മൾ നോക്കുന്ന സമയത്തും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്തും നമ്മുടെ നാട്ടിൽ ധാരാളം ഭൂരഹിതരുണ്ട്. അവർ ഭൂമിയിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ അവർ താമസിക്കുന്ന ഭൂമിയിൽ അവർക്ക് പട്ടയമില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഈ പട്ടയ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ മലയോരമെന്നോ കടലോരമെന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും നിലനിൽക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇന്നുകൊണ്ട് ആ പട്ടയം ലഭിക്കാത്ത ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യരാരെന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ നിത്യ കൂലിക്ക് പണിയെടുക്കുന്ന ആളുകളാണ് അതിലധികവും നമുക്കറിയാം. അതിൽ തന്നെ പാർശ്വവൽക്കൃതരായ ജനതയാണ് അതിൽ കൂടുതലെന്നറിയാം. അപ്പോൾ രണ്ടാമത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൽ അഡ്വക്കേറ്റ് കെ രാജൻ മന്ത്രിയായി വരുന്ന സമയത്ത് അദ്ദേഹം വളരെയധികം ജാഗ്രത പുലർത്തിയ ഒരു വിഷയമായിട്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായൊരു വിഷയമായിട്ട് ഈ പട്ടയം എന്ന് പറയുന്നൊരു വിഷയത്തെ കൊണ്ടുവന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് കാരണം ഒരുപക്ഷെ അദ്ദേഹം ഒല്ലൂരിൻ്റെ MLA ആയ ആദ്യ ടൈമിൽ വരുന്ന സമയത്ത് ഒളകരയിലെ ആദിവാസി ഉന്നതിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകളുടെ ഭൂപ്രശ്നത്തിൽ നിരന്തരമായി ഇടപെടുന്ന, സജീവമായി അവിടുത്തെ ആളുകൾക്ക് പട്ടയം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MLA എന്ന നിലയ്ക്കാണ് അദ്ദേഹം അന്ന് ആ വിഷയത്തിൽ വളരെ ജാഗ്രതയോടെ നിലകൊണ്ടിരുന്നത്. മന്ത്രിയാവുന്ന സമയത്ത് അദ്ദേഹം എടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് തന്നെ ഈ ഭൂസമരങ്ങളോടും ആദിവാസികളുടെ ഭൂപ്രശ്നത്തോടും അനുഭാവപൂർണ്ണമായൊരു നിലപാട് സ്വീകരിക്കുകയും അതിൽ ചരിത്രപരമായൊരു ദൗത്യം നിറവേറ്റാൻ ആവുന്നത് ചെയ്യുമെന്നൊരു നിശ്ചയദാർഢ്യത്തോടെയാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടും അത് ആക്ടിവിസ്റ്റുകളൊക്കെ ആയിട്ട് മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം ഇടപെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം. അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ സർക്കാർ കേരളത്തിൽ മൊത്തം എല്ലാ വിഭാഗത്തിൽപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ മലയോരം മുതൽ കടലോരം വരെയുള്ള ഭൂമിയുടെ പട്ടയ വിതരണത്തിൽ ഈ സർക്കാർ 2,33,000-ലധികം പട്ടയം, 34,000-ഓളം പട്ടയം കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള കണക്കനുസരിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പിലത്തെ സർക്കാർ വിതരണം ചെയ്ത 1,75,000-ഓളം പട്ടയങ്ങളുണ്ട്. ഈ സർക്കാരിൻ്റെ കാലാവധിക്ക് മുമ്പ് 5 ലക്ഷം പട്ടയങ്ങൾ ഈ കേരളത്തിൽ വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ 5 ലക്ഷം കുടുംബങ്ങളെ അവരുടെ തലമുറകളായി ജനിച്ച് ജീവിച്ച് മരിച്ചു വരുന്ന മണ്ണിൻ്റെ അധികാരികളാക്കി മാറ്റുക എന്ന് പറയുന്ന വളരെ നിർണായകമായ ഒരു സ്റ്റെപ്പിലേക്ക് ഈ സർക്കാർ അടുക്കുകയാണ്. അതിന് നിസ്സാര നമ്പർ മാത്രമേ ഇനി കുറവുള്ളൂ. 5 ലക്ഷം പേർക്ക്, 5 ലക്ഷം കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമിയിൽ അവകാശം കൊടുക്കുന്ന ഒരു സർക്കാരായിട്ടാണ് ഈ സർക്കാർ അടുത്ത ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതെന്ന് പറയുന്നത്. അത് വോട്ടിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഈ കേരളത്തിലെ ജനങ്ങളെ അവരുടെ ഏറ്റവും പ്രാഥമികമായ ആത്മാഭിമാനത്തിൻ്റെയും വിഭവാധികാരത്തിൻ്റെയും കാര്യത്തിൽ സർക്കാർ പുലർത്തിയ വലിയൊരു മുന്നേറ്റവും ജാഗ്രതയും കരുതലും ഒക്കെ ആയിട്ട് നമ്മൾ കാണേണ്ടി വരും. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തതുപോലെ തന്നെ വളരെ നിർണായകമായ
ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു ഇടപെടലാണത്. കാരണം കേരളത്തിലെ ഭൂമി പ്രശ്നങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്കും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെയല്ല, സങ്കീർണമായ നിയമപ്രശ്നങ്ങളാണ്. അതിൻ്റെ മുമ്പിലുള്ളത് തോട്ടം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാലങ്ങളായി നടന്നു വരുന്ന കേസുകളുടെ കാര്യങ്ങളെല്ലാം നമുക്കറിയുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ആളുകളെല്ലാവരും തന്നെ നിസ്സഹായരായി പോകുന്നത് ഇത്തരം ഈ കുഴഞ്ഞു പറഞ്ഞ നിയമപ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന വിഷയത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങളുടെ ആധിക്യം ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവരെല്ലാം വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന കാര്യം നമുക്കറിയാം. പക്ഷെ അതിനെല്ലാം നിയമപരമായ ആ കുരുക്കഴിക്കുക എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയും ഒരു ഭരണകൂടവും ചെയ്യേണ്ട വളരെ ജാഗ്രതയോടെ, ഒട്ടും ആവേശത്തോടെ അല്ലാതെ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട നടപടികളാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ നികുതി കെട്ടാൻ കഴിയാത്ത ഭൂമികൾക്ക്, നീക്കിയ ഭൂമികളുടെ വിഷയത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ പട്ടയം കൊടുക്കാനായിട്ട് ഒരു പ്രത്യേക മിഷൻ, പട്ടയ മിഷൻ എന്ന് പറഞ്ഞ് ഒരു മിഷൻ ആരംഭിക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചു. പട്ടയ മിഷൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയഭേദമൊന്നും ഇല്ലാതെ തന്നെ അതാത് നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ മുതൽ MLA മാർ മുതൽ ഉള്ള ജനപ്രതിനിധികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതാത് നാട്ടിൽ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലൊക്കെ നടത്തിയ വലിയ ഇടപെടലുകൾ, ആ ഇടപെടലുകളാണ് ഇത്രയും വലിയൊരു നമ്പർ പട്ടയമേളകളും അതുമായി ബന്ധപ്പെട്ട അദാലത്തുകളൊക്കെ. അതുപോലെ പട്ടയം ഫണ്ട് ലഭ്യമായതിന് ശേഷം ആ പട്ടയം പല കാരണങ്ങളാൽ, ഈ പട്ടയഭൂമിയിൽ താമസിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിയായ രീതിയിൽ ഒരു വീട് പോലും, നല്ല വാസയോഗ്യമായ ഒരു വീട് പോലും ഇല്ലാത്ത ആളുകളായിരുന്നു അക്കാലങ്ങളിൽ. അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പട്ടയം നഷ്ടപ്പെട്ടു പോയാൽ അവർ വീണ്ടും രേഖാരഹിതരായി മാറുന്ന അവസ്ഥ. അതിന് പരിഹാരമായിട്ട് ഈ പട്ടയം നഷ്ടപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം തൽസ്ഥിതി അനുസരിച്ച് അവർക്ക് രേഖ കൊടുക്കാനുള്ള കാര്യങ്ങൾ, അതുപോലെ വനഭൂമിയിൽ വനാവകാശ രേഖ കൊടുക്കുന്ന കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാനൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. ആദിവാസി ഉന്നതികളിൽ ഒരാൾ മരിക്കുന്ന സമയത്ത് വനത്തിനകത്ത് വെച്ച് അവർ താമസിക്കുന്ന ഭൂമിയിൽ വെച്ച് മരണപ്പെടുന്ന ഒരാളുടെ മൃതദേഹം അവിടെ കുഴിച്ചിടാൻ, സംസ്കരിക്കാൻ ആ വീട്ടുകാർ തയ്യാറാവുന്ന സമയത്ത് അതിന് ഫോറസ്റ്റിൻ്റെ ഉൾപ്പെടെയുള്ള അനുമതികളുടെയും ഒക്കെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരോട് ആ വനഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് പുലർത്തേണ്ടി വരുന്ന വിധേയത്വം, അവിടെ നിന്ന് ഒരു പ്രത്യേകതരം ജന്മിത്വം, ഉദ്യോഗസ്ഥ മേഖലയുമായി ബന്ധപ്പെട്ട് ആദിവാസി മേഖലയിൽ നിലനിൽക്കുന്നത്, ഇതെല്ലാം നേരിട്ട് അറിയുന്ന ആളുകളാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാവരും തന്നെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിൽ വനത്തിൽ കൈവശാവകാശ രേഖ കൊടുക്കുന്നതോടെ ആ ദൗത്യം പൂർണ്ണമാകുന്നില്ല എന്ന് സർക്കാർ കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ടൊരു വശം കൂടിയുള്ളത്. വനത്തിൻ്റെ കൈവശാവകാശ രേഖ കിട്ടിയോണ്ട് ആയില്ല, മറിച്ച് ആ ഭൂമിക്ക് മറ്റെല്ലാവരെയും പോലെ തന്നെ നികുതി അടയ്ക്കാനൊക്കെ അവർക്ക് സാധിക്കണം. അപ്പോൾ ഈ വനഗ്രാമങ്ങൾ, വനത്തിൽ താമസിക്കുന്ന ആളുകൾ എന്നുള്ള ആ ഒരു സങ്കല്പം നിലനിൽക്കുന്നിടത്തോളം അവർക്ക് അത്തരത്തിൽ നികുതി അടയ്ക്കാനും ഒന്നും സാധ്യമല്ലാത്തൊരു നിയമപ്രശ്നം കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഈ വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി മാറ്റുന്നതിനുള്ള നിയമപരമായ പ്രോസസ്സ് കൂടെ ഇതിൻ്റെ ഒപ്പം നടത്തേണ്ടതുണ്ട് എന്ന് സർക്കാർ തിരിച്ചറിയുകയും ആ ദിശയിൽ വളരെയധികം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതോടെ ആദിവാസി വിഭാഗങ്ങൾക്കും അവർ തലമുറകളായി താമസിച്ചിരുന്ന ഭൂമിക്ക് കൈവശാവകാശ രേഖ ലഭിക്കുകയും ആ രേഖയെ അടിസ്ഥാനമാക്കി അവർക്ക് നികുതി അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകുകയും ചെയ്യുകയും ഈ നിയമപരമായി സംഭവിക്കുന്ന ഈ ഒരു മാറ്റം തന്നെ ഒരു വലിയ പരിവർത്തനത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 10 വർഷങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു കേരളമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സമരങ്ങളില്ലാത്ത കഴിഞ്ഞ 10 വർഷങ്ങളാണ് കടന്നുപോയത്. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലൊക്കെ ആദിവാസികൾക്ക് എത്രയോ കാലം കുടിൽ കെട്ടി താമസിക്കേണ്ടി വന്ന സമരങ്ങളുണ്ടായിട്ടുണ്ട്. നിൽപ്പ് സമരം, എത്രയോ നാളുകളിവിടെ സർക്കാരിൻ്റെ പരിഗണന കിട്ടാതെ വലിയ നിൽപ്പ് സമരങ്ങളുണ്ടായിട്ടുണ്ട്. അതാത് ഇടങ്ങളിൽ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമുക്കറിയാം. അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഇല്ലാത്ത 10 വർഷമാണ് കടന്നുപോയത്. അതിന് കാരണം സർക്കാർ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ നിരന്തരമായി അതാതിടങ്ങളിലെ പ്രശ്നങ്ങൾ പ്രാദേശികമായും ജില്ലാ ഭരണകൂടങ്ങളും അതുപോലെ മന്ത്രിസഭയിൽ നേരിട്ടും ഒക്കെ നടത്തുന്ന നിരവധിയായ ചർച്ചകളിലൂടെ ഇത്തരം വിഭാഗങ്ങൾക്ക് അവർക്ക് നീതി കിട്ടുമെന്ന ഒരു പ്രതീക്ഷ ഉളവാക്കുന്ന രീതിയിൽ, അത് നിറവേറ്റിക്കൊടുക്കുമെന്ന് ഉറപ്പ് ലഭ്യമാകുന്ന രീതിയിൽ ഇത്തരത്തിൽ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട നിയമപരമായ പരിഹാരങ്ങൾക്കൊക്കെ വേണ്ടി ഒരു മെഷീനറിയുടെ ഉണർന്ന് പ്രവർത്തിക്കുന്നുവെന്ന ബോധ്യം അതിൻ്റെ അവകാശികളായ ജനങ്ങൾക്ക്, അതിൻ്റെ ഇടയിൽ പറയുന്ന പൊളിറ്റിക്സ് എന്ന് തന്നെയായാലും ശരി,
അത്തരത്തിലുള്ള ആളുകളുടെ വിമർശനങ്ങൾ എന്ത് തന്നെ നിലനിന്നാലും ശരി, അതിൻ്റെ നേരവകാശികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതി ലഭ്യമാകുന്ന ഒരു പ്രതീക്ഷ ഉടനീളം ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് പോസിറ്റീവായ റിസൾട്ട് പലയിടത്തും ലഭ്യമാകുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിദാരിദ്ര്യരെ ഇല്ലാതാക്കുക എന്നതുപോലെ തന്നെ ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ഒരു മുദ്രാവാക്യത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ, ആ ഭൂമിയുടെ കൈവശരേഖ ഏറ്റുവാങ്ങിയ മനുഷ്യർ, അങ്ങനെ എല്ലാവരും ചേർന്ന ഒരു വലിയ മിഷൻ, 5 ലക്ഷത്തോളം ആളുകളെ ഭൂമിക്ക് ഉടമകളാക്കി മാറ്റുന്ന ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ കരുതുന്നു. മലയോരത്തുള്ള ആളുകളാണെങ്കിലും വനത്തിൽ താമസിക്കുന്നവരാണെങ്കിലും കടലിൻ്റെ ഓരത്ത് താമസിക്കുന്നവരായാലും പണ്ട് കാലത്ത് പല വികസനങ്ങളുടെ റോഡ് വികസനത്തിന്, ഹൈവേ വികസനത്തിനൊക്കെ വേണ്ടി ഏറ്റെടുത്ത ഭൂമി പിന്നീട് അതിന് ഉപയോഗിക്കാതെ വന്നതിന് ശേഷം അവിടെ താമസിച്ച തലമുറകളായി കഴിഞ്ഞ ആളുകളായാലും, അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ വന്ന് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഉള്ളതുപോലെ തെലങ്കാനയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾക്ക്, തലമുറകളായി താമസിക്കുന്ന ഭൂമിയുടെ പ്രശ്നത്തിലായാലും അവരെല്ലാവരും തന്നെ ഭൂമിയുടെ യഥാർത്ഥ ഉടമകൾക്ക് അവരുടെ ഭൂമിയിലെ രേഖ കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ അവരെ സമരത്തിലേക്കും അവരെ നിരാഹാരത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടാതെ, അവരെ പോലീസ് മർദ്ദനത്തിന് വിധേയമാക്കാതെ, അവരെ വെടിവെച്ച് കൊല്ലാതെ ഒക്കെ ചർച്ചകളിലൂടെ ജനാധിപത്യപരമായ രീതിയിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട്, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ടോ ഒക്കെ തന്നെ പരിഹരിക്കുന്ന രീതിയിൽ വളരെ പോസിറ്റീവായ ജനാധിപത്യപരമായ നിശബ്ദമായ ഒരു ഇടപെടലുകൾ നടത്താൻ സാധിച്ചു എന്നതിൻ്റെ ഒരു വലിയ ചാരിതാർത്ഥ്യത്തോട് തന്നെ അത്തരത്തിൽ ഭൂരഹിതരായ ആളുകളെ അഭിമുഖീകരിക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും സർക്കാരിനും സാധിക്കുന്നൊരു നിലയുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.